പ്രേക്ഷകർ, ഇതിനു മുമ്പും കേരളം ഇതേപോലെ പ്രളയത്തെ അഭിമുഖീകരിച്ചിട്ടുണ്ട്. ഇതിനേക്കാൾ വലിയ പ്രളയത്തെ അഭിമുഖീകരിച്ചിട്ടുണ്ട്. നമ്മൾ കുറുകെ കടന്നിട്ടുമുണ്ട്. അന്ന് നമ്മുടെ മുഖ്യമന്ത്രിക്ക് അദ്ദേഹത്തിന്റെ ആരോഗ്യ പ്രതിസന്ധിയിൽ രോഗം മൂർച്ഛിച്ചിരിക്കുന്ന വേളയിൽ 18 ദിവസം അദ്ദേഹം ആ ചികിത്സ മാറ്റിവെച്ച് തിരുവനന്തപുരത്ത് തങ്ങി എല്ലാ വകുപ്പുകളെയും ഏകോപിപ്പിച്ച് എല്ലാ ദിവസവും സ്റ്റേറ്റ് ദുരന്ത നിവാരണ അതോറിറ്റി ഓഫീസിലെത്തി എല്ലാ വകുപ്പ് മന്ത്രിമാരെയും സെക്രട്ടറിമാരെയും എല്ലാ ദിവസവും കൃത്യമായി കോർഡിനേറ്റ് ചെയ്ത് കൃത്യമായി പ്രോട്ടോകോൾ പുറത്തിറക്കി സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയർ ഓരോ ദിവസവും പരിഷ്കരിച്ച് കൃത്യമായി ഏകോപിപ്പിച്ചിരുന്ന ഒരു കാലമുണ്ടായിരുന്നു. ആ മുഖ്യമന്ത്രിയുടെ പേര് പിണറായി വിജയൻ എന്നായിരുന്നു. അതും 3ാം ഘട്ടം ആരോഗ്യത്തിലെ അദ്ദേഹത്തെ അലട്ടിയിരുന്ന രോഗാവസ്ഥ കടക്കുന്ന സാഹചര്യത്തിൽ പോലും അദ്ദേഹത്തിന്റെ വിദഗ്ധ ചികിത്സ 18 ദിവസം മാറ്റിവെച്ച് തിരുവനന്തപുരത്ത് തങ്ങിയ ഒരു മുഖ്യമന്ത്രിയായിരുന്നു. അങ്ങനെ ഏകോപിപ്പിച്ചൊരു കാലം നമുക്കുണ്ടായിരുന്നു. ഇതിനേക്കാൾ 10 മടങ്ങ് പ്രഹരശേഷിയുള്ള ആ പ്രളയത്തെ നമ്മൾ മുറിച്ചു നീന്തിയത് അങ്ങനെയുള്ള ഒരു ഏകോപനം കൊണ്ടുകൂടിയാണ്. അത് പറയാതിരിക്കാൻ കഴിയില്ല. ഇന്നിപ്പോ വീണ്ടും നമുക്കൊരു മുഖ്യമന്ത്രിയുണ്ട്, വീണ്ടും ഒരു സർക്കാർ വന്നിരിക്കുന്നു, വീണ്ടും പ്രളയസമാനമായ സാഹചര്യം ഉണ്ടായിരിക്കുന്നു. ഇന്നത്തെ പ്രളയസമാനമായ സാഹചര്യത്തിൽ ഇന്നലെ രാവിലെ നമ്മൾ ഈ വാർത്താ സംപ്രേഷണം ആരംഭിക്കുമ്പോൾ, അതായത് രാവിലെ 7 മണിക്ക് ഈ സംപ്രേഷണം നമ്മൾ ആരംഭിക്കുന്ന സമയത്ത് ഞാൻ മനസ്സിലാക്കുന്നത് മുഖ്യമന്ത്രി ഇന്നലെ ആലുവയിലാണ്, എറണാകുളത്താണ് ഈ സമയത്തുള്ളത്. അതായത് ഈ വാർത്ത പുറത്തേക്ക് വരുന്ന സമയത്ത് ഇടുക്കിയിലും കോട്ടയത്തും പത്തനംതിട്ടയിലും പ്രളയസമാനമായ സാഹചര്യം എന്നാണ് നമ്മളടക്കമുള്ള ചാനലുകൾ രാവിലെ 6 മണി മുതൽ സംപ്രേഷണം ചെയ്തുകൊണ്ടിരുന്നത്. ആളുകളെ മണ്ണിനടിയിൽ കുടുങ്ങിക്കിടക്കുന്നു എന്ന വാർത്ത രാവിലെ ബ്രേക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ മുഖ്യമന്ത്രി വി ഡി സതീശൻ വീട്ടിലായിരുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അവിടെ നിന്ന് അദ്ദേഹത്തിന് 2 ഓപ്ഷൻ ഉണ്ടായിരുന്നു. ഒന്നുകിൽ അദ്ദേഹത്തിന് തെക്കോട്ട് പോകാം തിരുവനന്തപുരത്തേക്ക്, അവിടെ ദുരന്ത നിവാരണ അതോറിറ്റി ഓഫീസിൽ പോയി കാര്യങ്ങൾ കോർഡിനേറ്റ് ചെയ്യാം. അതല്ലെങ്കിൽ അദ്ദേഹത്തിന് വടക്കോട്ട് പോകാം, അവിടെ അദ്ദേഹത്തിന് നേരത്തെ നിശ്ചയിച്ചിരുന്ന സ്വകാര്യ പരിപാടികളിൽ പങ്കെടുക്കാം. അന്ന് നമ്മൾ 8 മരണം റിപ്പോർട്ട് ചെയ്ത 27 പേരുടെ വീടുകൾ പൂർണ്ണമായും നശിച്ച, 200ഓളം വീടുകൾ ഭാഗികമായി നശിച്ച, 5700-ലധികം ആളുകൾ ക്യാമ്പുകളിൽ കഴിയേണ്ടി വരുന്ന പ്രളയ സമാനമായ സാഹചര്യം ഉണ്ടാകുമ്പോൾ നമ്മുടെ മുഖ്യമന്ത്രിക്ക് അന്നുണ്ടായിരുന്ന പരിപാടി രാവിലെ 10 മണിക്ക് ആലുവയിൽ ഡോക്ടർ ടോണി ഫെർണാണ്ടസിന്റെ സ്വകാര്യ ഹോസ്പിറ്റലിന്റെ ഉദ്ഘാടനമായിരുന്നു. 10:30 ഐസാറ്റ് എഞ്ചിനീയറിംഗ് കോളേജിന്റെ കളമശ്ശേരിയിലുള്ള ഒരു സ്വകാര്യ പരിപാടിയിൽ പങ്കെടുക്കലായിരുന്നു. 11:30 LCMS എഞ്ചിനീയറിംഗ് കോളേജ് കറുകുറ്റിയിലെ ഒരു സ്വകാര്യ പരിപാടിയായിരുന്നു. 2 മണിക്ക് നേരത്തെ നമ്മൾ പറഞ്ഞ ഫൈസൽ ബാഫക്കി തങ്ങളുടെ ഘടകകക്ഷി നേതാവിന്റെ വീട്ടിലെ വിരുന്നായിരുന്നു, അല്ലെങ്കിൽ സൗഹൃദ സന്ദർശനമായിരുന്നു. ഇത് പ്രോഗ്രാമിൽ ഷെഡ്യൂൾ ചെയ്തിട്ടുണ്ട്. ഏതെങ്കിലും ഒരു പരിപാടിക്കിടയിൽ പെട്ടെന്ന് ഊണ് കഴിക്കാൻ വേണ്ടിയിട്ട് കയറിയതല്ല. മുഖ്യമന്ത്രിയുടെ ഓഫീസ് പുറത്തിറക്കിയ CMOയുടെ പ്രസ് റിലീസിലുള്ളതാണ്. 2 മണിക്ക് ഫൈസൽ ബാഫക്കി തങ്ങളുടെ റെസിഡൻസിൽ പൊന്നാനിയിലുള്ള സന്ദർശനം, അദ്ദേഹത്തിന്റെ സഹയാത്രികരായ MLA നൌഷാദ് അലിക്കൊപ്പമുള്ള സന്ദർശനത്തെ കുറിച്ച്. അതിനുശേഷം 3 പരിപാടികൾ കൂടി, 3 സ്വകാര്യ പരിപാടികൾ ചാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ രാവിലെ ടെലിവിഷനിൽ വാർത്ത വരുന്നു, തത്സമയ സംപ്രേഷണം വരുന്നു. ഈ 4 പേരെ കാണാനില്ല എന്ന വാർത്ത വരുന്നു. ഡീൻ കുര്യാക്കോസും ആറന്മുളയിൽ അബിൻ വർക്കിയുടെയും റാന്നിയിൽ പഴകുളം മധുവിന്റെയും നേതൃത്വത്തിൽ MLA-മാര് MP-മാര് നേരിട്ട് തന്നെ രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം നൽകിക്കൊണ്ടിരിക്കുന്ന വാർത്തകൾ സംപ്രേഷണം ചെയ്തു. ആ സമയത്ത് നമ്മുടെ മുഖ്യമന്ത്രി തെക്കോട്ടുള്ള വണ്ടിയല്ല പിടിച്ചത്, പകരം ആലുവയിലേക്ക്, അവിടെ ഡോക്ടർ ടോണി ഫെർണാണ്ടസിന്റെ ഹോസ്പിറ്റൽ ഉദ്ഘാടനത്തിന് ഐസാറ്റ് എഞ്ചിനീയറിംഗ് കോളേജിലേക്ക്. നോക്കൂ, അദ്ദേഹം 10:30 ഈ ഒരു സ്വകാര്യ ആശുപത്രിയുടെ ഉദ്ഘാടനം കഴിഞ്ഞ് അടുത്ത സ്വകാര്യ പരിപാടിക്ക് പോകുമ്പോൾ നമ്മളുടെ ടെലിവിഷൻ ചാനലുകൾ ബ്രേക്ക് ചെയ്തുകൊണ്ടിരുന്നത് കോട്ടയത്ത് പൂഞ്ഞാറിൽ പയ്യാരത്തോട് നിന്ന് ജോസഫ് എന്ന ചെറുപ്പക്കാരന്റെ മൃതദേഹം കണ്ടെടുത്തു, അദ്ദേഹത്തിന്റെ അമ്മയുടെ മൃതദേഹത്തിന് വേണ്ടിയുള്ള തെരച്ചിൽ നടക്കുന്നു എന്നായിരുന്നു. ഇടുക്കി കുടയത്തൂരിൽ അടൂർമലയിൽ സുമതി എന്ന സ്ത്രീയെ അവരുടെ വീട്ടിൽ നിന്ന് കണ്ടെത്തിയെന്നും വാഗമൺ കോലാഹലമേട്ടിൽ പ്രഭാകരൻ നായരെ കണ്ടെത്തിയെന്നുമായിരുന്നു.